നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മനോജ് പി മാത്യൂസ്, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഇൻറ്റേർണൽ മെഡിസിൻ ഇൻ കിംസ് ഹെൽത്ത്. ഇന്ന് നമ്മൾ കുറച്ച് സമയം ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷറിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. സാധാരണ നമ്മളൊരു ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഡോക്ടർ ആദ്യത്തെ 1-2 ചോദ്യത്തിനകത്ത് ചോദിക്കും, രോഗിക്ക് പ്രഷറുണ്ടോ? ആ ചോദ്യം വെച്ച് ഉദ്ദേശിക്കുന്ന ബ്ലഡ് പ്രഷറുടെ അസുഖം അല്ലെങ്കിൽ ഹൈ പ്രഷർ അല്ലെങ്കിൽ മെഡിക്കലി ഞങ്ങൾ പറയുന്ന ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുവാ ഈ ഹൈ ബ്ലഡ് പ്രഷർ? ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോക്ടറുടെ ഓഫീസിൽ കയറുമ്പോൾ ഡോക്ടർ ബ്ലഡ് പ്രഷർ മോണിറ്റർ വെച്ച് ബ്ലഡ് പ്രഷർ റീഡിംഗ് എടുക്കുമ്പോൾ ആ ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു സിംഗിൾ റീഡിംഗ് വെച്ച് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു 3-4 തവണ ഈ ബ്ലഡ് പ്രഷർ റീഡിംഗ് ഡോക്ടറിനെ സമീപിച്ച് ഡോക്ടറിൻ്റെ ഓഫീസിൽ വെച്ച് BP മെഷീനിൽ റീഡിങ്സ് എടുക്കേണ്ടി വരും. അത് ഡോക്ടർ ചിലപ്പം 1-2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കും, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ 5-6 പ്രാവശ്യം ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഒരു 3-4 റീഡിംഗ് എടുത്ത് കഴിയുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറുടെ അസുഖം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. ബ്ലഡ് പ്രഷറുടെ അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ രോഗി തന്നെ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാ ഈ കാര്യങ്ങൾ? ആദ്യം, നമ്മുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. ഇത് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിനകത്ത് നിയന്ത്രണം ചെയ്തിട്ട് വെയിറ്റ് റിഡക്ഷൻ ഡയറ്റ് നോക്കി നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റിലോട്ട് വരാൻ ശ്രമിക്കണം. രണ്ടാമത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം. സാധാരണഗതിയിൽ നമ്മൾ നോർമൽ ഡയറ്റിൽ ഉപ്പ് സാധാരണ കേരളത്തിൻ്റെ ഡയറ്റിനകത്ത് ഒത്തിരിയുണ്ട്. അപ്പം ബ്ലഡ് പ്രഷർ ഡയഗ്നോസ് ചെയ്ത ശേഷം ആ രോഗി ഉപ്പിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ നോക്കണം. മൂന്നാമതൊരു കാര്യം, പുകവലിയും മദ്യവും ഉണ്ടെങ്കിൽ ഇത് രണ്ടും നിർത്തുന്നതായിരിക്കും നല്ലത്. നാലാമതൊരു കാര്യം, നമ്മൾ എക്സസൈസ് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനായിട്ട് ആക്കി തീർക്കണം. എക്സസൈസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും എക്സസൈസ്, അത് ജോഗിങ് ആകാം, വാക്കിംഗ് ആകാം, സ്വിമ്മിങ് ആകാം, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും എക്സസൈസ് ഫോം തുടങ്ങിയിരിക്കണം. ഇത് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ അരമണിക്കൂർ എല്ലാ ദിവസവും ചെയ്തിരിക്കണം. സാധാരണഗതിയിൽ ഞങ്ങൾ വാക്കിംഗ് അഡ്വൈസ് ചെയ്യുന്നത്, കാരണം ഇത് ചെയ്യാൻ ഇച്ചിരി ഈസി ആയിരിക്കും. പക്ഷേ ഇത് ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് നല്ല വാക്കിംഗ് ഷൂസ് അല്ലെങ്കിൽ സ്പോർട്ട് ഷൂസ് യൂസ് ചെയ്യണം. രണ്ടാമത് സേഫായുള്ള ഒരു സ്ഥലത്തായിരിക്കണം വാക്കിംഗ് ചെയ്യുന്നത്. അത് ഞങ്ങൾ ചില സമയത്ത് സജസ്റ്റ് ചെയ്യും, ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് സ്വയം ജീവിതശൈലിക്കകത്ത് ആരംഭിക്കണം. പിന്നെ ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്ന മരുന്ന് വേണോ വേണ്ടായോ. മരുന്ന് പലതരം മരുന്നുണ്ട് ബ്ലഡ് പ്രഷർ. അപ്പം ഡോക്ടർ രോഗിയുടെ വേറെ പല കാര്യങ്ങൾ കൂടെ നോക്കിയിട്ട്, ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷറുടെ കൂടെ പഞ്ചസാരയുടെ അസുഖം ഉണ്ടോ ഇല്ലയോ, ബ്ലഡ് പ്രഷറുടെ കൂടെ കൊളസ്ട്രോളിൻ്റെ അസുഖം ഉണ്ടോ ഇല്ലയോ, ബ്ലഡ് പ്രഷറുടെ കൂടെ ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ഏതാ ഏറ്റവും നല്ല മരുന്ന് ആ രോഗിക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും തീരുമാനിക്കുന്നത്. ഇതിനകത്ത് ചില സമയത്ത് നമ്മളൊരു മരുന്ന് തുടങ്ങിയതിന് ശേഷം 1-2 ആഴ്ച കഴിയുമ്പോൾ ഡോക്ടർ വീണ്ടും രോഗിയെ വിളിച്ചിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യും. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് ആ രോഗിയുടെ മേളിൽ എത്രമാത്രം ഉണ്ട്, ആ ഡോസ് കൂട്ടണോ അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കണോ അല്ലെങ്കിൽ ആ മരുന്ന് തന്നെ മാറ്റണോ, ഈ തീരുമാനങ്ങളെല്ലാം ഡോക്ടർ ആ സമയത്ത് ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം,
ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് സ്വയമായിട്ട് നമ്മൾ നിർത്തുവോ അതിൻ്റെ അളവ് കുറയ്ക്കുവോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടുവോ ചെയ്യാൻ പാടില്ല. വളരെ കൺസിസ്റ്റൻറ്റും കംപ്ലയൻറ്റുമായിട്ട് ഈ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഡോക്ടർ തീരുമാനിക്കും ഈ മരുന്ന് കുറയ്ക്കണോ കൂട്ടണോ മാറ്റണോ. പലതവണ നമ്മൾ കണ്ടുവരുന്ന മരുന്ന് തുടങ്ങിയതിന് ശേഷം നല്ല റീഡിങ്സ് അഥവാ ബ്ലഡ് പ്രഷർ കൺട്രോളിൽ വരുന്നതായിട്ട് കാണാറുണ്ട്. ഈ സാഹചര്യത്തിൽ ചില സമയത്ത് രോഗി സ്വയമായിട്ട് മരുന്ന് കുറയ്ക്കുകയോ നിർത്താറോ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ബ്ലഡ് പ്രഷർ കൺട്രോൾ ആയില്ലെങ്കിൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? പ്രധാനമായിട്ട് 4 കോംപ്ലിക്കേഷൻസാണ് അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ വെച്ച് വരുന്നത്. 1, നമ്മുടെ കണ്ണിനെ ബാധിക്കും. 2, ഹാർട്ടിനെ ബാധിക്കാം. നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ വരാം. 3, നമ്മുടെ കിഡ്നീസിനെ ബാധിക്കാം. കിഡ്നിയുടെ പ്രവൃത്തി കുറഞ്ഞു വരും. അതിപ്പം കിഡ്നി ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ ഡിക്രീസ്ഡ് കിഡ്നി ഫങ്ഷൻ അഥവാ കിഡ്നി ഫെയിലിയറിലോട്ട് പോവാം. പിന്നെ നമ്മൾ തലച്ചോറിനെ എഫക്റ്റ് ചെയ്തിട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹെമിപരേസിസ് അല്ലെങ്കിൽ ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡോക്ടർ മറ്റേ സ്പെഷ്യാലിറ്റീസിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഒഫ്തൽമോളജിസ്റ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടർ അടുത്ത് ചിലപ്പം വിടും. നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ കിഡ്നിയെ നോക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് വിടും. ന്യൂറോളജിസ്റ്റ് തലച്ചോറിനെ കുറിച്ച് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഹാർട്ടിനെ കുറിച്ചുള്ള ഡോക്ടറിൻ്റെ അടുത്ത് വിടാറുണ്ട്. ഇതേ സമയം ചില സമയത്ത് ഡോക്ടർ വേറെ പരിശോധനകൾ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഹാർട്ടിൻ്റെ പ്രവൃത്തി നോക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാം ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യാറുണ്ട്. ചില സമയത്ത് കിഡ്നിയുടെ പ്രവൃത്തി കണ്ടുപിടിക്കാൻ റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അതിനകത്ത് യൂറിയയും ക്രിയാറ്റിനും വരുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പലതരം ടെസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ എഴുതാറുണ്ട്. അത് തക്ക സമയത്തിന് ചെയ്യുന്ന വളരെ അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ റിസ്ക് വളരെയേറെ കുറയ്ക്കാൻ പറ്റും.